വചനമൊഴി മെയ് 8. വചനഭാഗം 2 കോറിന്തോസ് 8:1-11, മർക്കോസിന്റെ സുവിശേഷം 4:35-41. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അന്നു സായാഹ്നമായപ്പോൾ ഈശോ അവരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ജനക്കൂട്ടത്തെ പറഞ്ഞുവിട്ട് അവനിരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വഞ്ചികളും കൂടെയുണ്ടായിരുന്നു. അപ്പോൾ ഒരു കൊടുങ്കാറ്റുണ്ടായി. തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി. വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. ഈശോ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നത് ഗൗനിക്കുന്നില്ലേ? അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാകുക. കാറ്റ് ശമിച്ചു, വലിയ ശാന്തതയുണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുന്നതെന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. ഈശോയിൽ സ്നേഹമുള്ളവരെ, പഴയ നിയമത്തിൽ കാറ്റിനെയും കടലിനെയും സൃഷ്ടിച്ചവൻ, കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കുവാൻ അധികാരമുള്ളവൻ ദൈവമായ കർത്താവാണ്. ആ ദൈവമായ കർത്താവ് തന്നെയാണ് ഇവിടെ കൊടുങ്കാറ്റുണ്ടാവുകയും കടൽ ക്ഷോഭിക്കുകയും ചെയ്തപ്പോൾ കാറ്റിനെ ശാസിക്കുകയും കടലിനോട് ശാന്തമാകുക എന്ന് കൽപ്പിക്കുകയും ചെയ്യുന്നത്. പ്രപഞ്ചത്തെ നിയന്ത്രിക്കുവാൻ അധികാരമുള്ള ദൈവമായ കർത്താവാണ് ആ വഞ്ചിയിൽ യാത്ര ചെയ്യുന്നത് എന്ന കാര്യമാണ് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നത്. കാറ്റിൻ്റെയും കടലിൻ്റെയും മേൽ അധികാരമുള്ളവൻ കൂടെയുണ്ട് എങ്കിൽ ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. വഞ്ചിയിൽ ദൈവമായ കർത്താവ് കൂടെയുള്ളപ്പോൾ ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവിടുന്നിൽ വിശ്വസിച്ച് അക്കരയ്ക്ക് യാത്ര ചെയ്യുക. സ്വർഗരാജ്യം ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുന്ന വിശ്വാസ സമൂഹത്തിന്, സ്വർഗരാജ്യം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്ന സഭാ സമൂഹത്തിന്, സഭയാകുന്ന വഞ്ചിയിൽ ദൈവപുത്രനാകുന്ന മിശിഹ കൂടെയുണ്ട് എന്ന ബോധ്യത്തിൽ ആഴപ്പെട്ട കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ ആകുന്നു. ആകുന്നവൻ കൂടെയുള്ളപ്പോൾ ഒന്നിനെയും ഭയപ്പെടാതെ അക്കരയ്ക്ക് യാത്ര ചെയ്യാം. മനുഷ്യജീവിതം ഇഹലോകത്തിൽ നിന്ന് അക്കരയ്ക്കുള്ള യാത്രയാണ്. ആ യാത്രയിൽ ഈശോ കൂടെയുണ്ട് എങ്കിൽ, ഈശോയുള്ള വിശ്വാസത്തിൽ ആഴപ്പെട്ടെങ്കിൽ ഒന്നിനെയും ഭയപ്പെടാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഇക്കാര്യമാണ് വചനം ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സ്വർഗരാജ്യം ലക്ഷ്യം വെച്ച് മുന്നോട്ടുള്ള യാത്രയിൽ ഈശോയെ കൂടെ നിർത്തി, ഈശോ വസിക്കുന്ന ആലയങ്ങളാണ്, ഈശോ വസിക്കുന്ന വള്ളങ്ങളാണ് നാം ഓരോരുത്തരും എന്ന ബോധ്യത്തിൽ ആഴപ്പെടുവാൻ കർത്താവിൻ്റെ കരം മുറുകെ പിടിച്ച് ഭയരഹിതമായി മുന്നോട്ട് പോകുവാൻ കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.